എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിന് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2 അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നാടൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനത് വെച്ച് പിടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് ഒന്ന് വേവിക്കാനിടുന്നുണ്ട്. ഒരു 2 പിടി പരിപ്പെടുത്ത് വേവിക്കാനിടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ പരിപ്പ് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം തന്നെ എന്താ കണ്ടോ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നല്ല എന്താ പറയുക ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ വന്നു നമ്മുടെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഐറ്റം കേട്ടോ. നമ്മുടെ ചേനത്തണ്ടും അതുപോലെ തന്നെ ചേനയുടെ ഇലയും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ ചേനയൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ തന്നെ കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ. പക്ഷേ ഈ ചേനത്തണ്ട് ചേന ഇല ഇതൊക്കെ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചേന അങ്ങനെ എപ്പോഴും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതിന് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചേനയുടെ തണ്ടും ഇലയ്ക്കും വേണ്ടിയിട്ടാണ്. ഞാൻ മാക്സിമം ഇതൊന്ന് ചേന പുഴക്കി എടുക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഇത് വെക്കും. എന്നിട്ട് ഇതിൻ്റെ ചേന തണ്ടും ചേന ഇലയെല്ലാം ഇതുപോലെ വരുന്ന സമയത്ത് പറിച്ചെടുത്ത് ഒന്നുമില്ല ചാറ് വയ്ക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പേരി വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ഇല ചാറ് വയ്ക്കാൻ എന്താ പറയുക ഇല ഉപ്പേരി വയ്ക്കാനും തണ്ട് ചാറ് വയ്ക്കാനുമാണ് എടുക്കാറുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചാറ് വയ്ക്കാൻ പോകുന്നത്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചേനയുടെ തണ്ടും ചെറുപയറും കൂടിയിട്ടാണ് മാക്സിമം കറി വയ്ക്കാറുള്ളത്. ഇന്ന് നമ്മൾ വെക്കുന്നത് ചേനയുടെ തണ്ടും ഇലയും പരിപ്പും എല്ലാം കൂടെ ഒരു ചാറ് കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അതും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കുന്ന സമയത്ത് നമുക്കറിയില്ല കേട്ടോ ഇത് ചേനയുടെ ഇലയാണെന്ന് അതുപോലെ ചേനയുടെ തണ്ടാണെന്ന് അറിയില്ല. നമ്മൾ സാധാരണ ചീര കഴിക്കുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് ചേന തണ്ടും ചേന എന്താ പറയുക ഇലയൊന്നും കഴിക്കുമ്പോൾ ചൊറിയാറൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴിച്ച് തന്നെയാണ്, ചൊറിയാറൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ ഈ ചേന കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെള്ളം തട്ടുമ്പോൾ കൈ ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചേനയുടെ ഒരു തണ്ടും ഒരു ഇലയും മാത്രമാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ചാറ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് തന്നെ നമുക്ക് അധികമാണ് കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ ആ ഒരു പോള പോലത്തെ സാധനം നമ്മൾ എന്താ പറയുക നമ്മുടെ ചേമ്പും തണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ മേലത്തെ എടുത്ത് കളയില്ലേ, ഇന്ന പോലെ നമ്മുടെ ചേനയുടെയും എടുത്ത് കളയണം കേട്ടോ. എന്നാലേ ഇത് കൂട്ടാൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ. ചേനത്തണ്ട് നമുക്ക് നല്ല പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാറുകറി വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പാകം തന്നെയാണ്. ചെറുപയറിട്ടും വെക്കാവുന്നതാണ്. പക്ഷെ ഞാനിന്ന് പരിപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചേന ഇലയും നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് ഉപ്പേരി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചേനയുടെ ഇലയിൽ കൂടെ നമുക്ക് കോവയ്ക്കയുടെ ഇല, പയറിൻ്റെ ഇല, താളിൻ്റെ ഇല, അങ്ങനെ കുറേ ഇലകളൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചേർത്ത് ഉപ്പേരി വെക്കുമ്പോഴും ടേസ്റ്റാണ്. അതുപോലെ തന്നെ തനിച്ച് വെക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സമയം വൈകിട്ടില്ല കേട്ടോ. ചേന ഈ സമയത്തും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇല വരുന്ന സമയത്ത് നമുക്ക് കൂട്ടാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം നമ്മുടെ ചേന കുഴിച്ചിടുന്നത് തന്നെ ഈ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചേനയുടെ ഇലയൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചീരയൊക്കെ വെക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ ഈ ചേനയുടെ ഇലയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് എരിവ് വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മല്ലിയും മുളകും നല്ലപോലെ വറുത്തത് നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഒരുപാട് വെന്ത് അങ്ങനെ എന്താ പറയുക കുഴഞ്ഞ് പോകരുത് കേട്ടോ. അപ്പം നന്നായിരിക്കില്ല. വെന്ത് വരുമ്പോൾ അങ്ങനെ അലിഞ്ഞ് പോകും. ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിന് വേണം നമ്മുടെ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു 6-7 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക ഇല ചേർക്കുമ്പോൾ വെള്ളം കുറവാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ തിളച്ച് വരട്ടെ കേട്ടോ. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മണി നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കമ്മിയാക്കാൻ മതി കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് മുളക് പൊടിയല്ല കുരുമുളക് പൊടിയും ചേർത്ത് നമ്മുടെ കുറച്ച് ജീരകവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് വെക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കപ്പയ്ക്ക കൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം കപ്പയ്ക്ക നമ്മൾ എന്താ പറയുക മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളത് രണ്ടായി ഒന്ന് കീറിയിട്ട് പിന്നെ അതിൻ്റെ നടുക്കൂടെ ഒന്ന് കീറിയതിന് ശേഷം ലേശം വീതിക്കാണ് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ കപ്പയ്ക്ക നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല നൈസായി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ 2 കപ്പയ്ക്ക നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നല്ലപോലെ തന്നെ തിളച്ച് നമ്മുടെ വതക്കിയിട്ടുള്ള മസാലയിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചേനയുടെ തണ്ടും ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്താ പറയുക ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ചൊറിച്ചിലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇലയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് വരണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചേനയുടെ തണ്ടൊക്കെ നല്ല ചെറുതായിട്ട് അരിയാൻ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല പെട്ടെന്ന് വെന്ത് വരും, തണ്ട് വേവാൻ സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് ചേനയുടെ തണ്ടും നമ്മൾ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമ്മുടെ തണ്ടൊന്ന് വെന്ത് വരാനുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചേനയുടെ തണ്ടും ഇലയും എല്ലാം വെന്ത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് കട്ടിക്കായി പോകും നമ്മുടെ കൂട്ടാൻ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റും മുളക് പൊടിയൊക്കെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചേനയുടെ ഇല അങ്ങനെ കൂട്ടാൻ വെച്ച് കഴിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. നന്നായി തന്നെ ഒന്ന് തിള വരുന്ന സമയം നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കാൻ വിട്ടതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരണം നമ്മുടെ വെളുത്തുള്ളി. ആ സമയത്ത് നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല നാടനായിട്ടുള്ള നമ്മുടെ
ചേനയുടെ ഇലയും തണ്ടും പരിപ്പും കൂടിയിട്ടുള്ള നമ്മുടെ ചാറ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പയ്ക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കപ്പയ്ക്ക തോരന്. അങ്ങനെ അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉപ്പും എരിവും എല്ലാം നമ്മുടെ കപ്പയ്ക്കിലേക്ക് നല്ല പോലെ തന്നെ പിടിച്ച് വരണം കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അറിയോ, നമ്മുടെ കപ്പയ്ക്ക് അധികം കശപ്പൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ തേങ്ങയും വെളുത്തുള്ളി വേണേൽ ചേർക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്ത കാരണമാണ് ചേർക്കാണ്ടിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കപ്പയ്ക്കോടെ വരുന്ന സമയത്ത്. ഇഞ്ചി ഇല്ലാത്ത കാര്യം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വേണമെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുക. എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. എണ്ണ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ പിന്നെ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല, അങ്ങനെ തന്നെ എണ്ണയിൽ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തൈര് കൂടെ നല്ല തൈര് കൂടെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് അച്ചാർ കേട്ടോ, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നാടനായിട്ടുള്ള വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്